റിതം ഓഫ് ലേണിംഗ് എന്ന ചാനലിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിലെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് സിറ്റിസൺഷിപ്പ്. ക്ലാസ് കുറച്ച് നീണ്ടുപോകാനുള്ള സാധ്യതയുണ്ട്. ഒരു ടോപ്പിക്ക് ഭംഗിയായിട്ട് അവസാനിപ്പിക്കണമെങ്കിൽ കുറച്ച് നീണ്ടുപോകും. അപ്പൊ നിങ്ങൾ ക്ഷമിച്ച് ഭംഗിയായിട്ട് കേട്ടിരിക്കുക. ആവശ്യമുള്ള കുട്ടികളാണെങ്കിൽ തീർച്ചയായിട്ടും ഇത് മുഴുവൻ കേട്ടിരിക്കും എന്നുള്ളത് എനിക്ക് ഉറപ്പുണ്ട്. അപ്പൊ സമയം കളയണില്ല, ക്ലാസ്സിലേക്ക് കടക്കാം. നമ്മൾ ഇന്ന് ഇന്ത്യൻ പൗരത്വം എന്ന് പറയുന്ന ടോപ്പിക്കിനെ കുറിച്ചാണ് പഠിക്കുന്നത്. ഇന്ത്യയിലെ പൗരത്വം എന്ന് പറയുന്ന ടോപ്പിക്. അപ്പൊ പൗരത്വം എന്ന് പറയുന്ന ടോപ്പിക്കിനെ കുറിച്ച് പറയുമ്പോൾ ഇത് ഏത് പാർട്ടിലാണ് എന്ന് നമ്മൾ ആദ്യം പഠിക്കണം. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ പാർട്ട് 2 ആർട്ടിക്കിള് 5 മുതൽ 11 വരെയാണ് എന്തിനെ കുറിച്ച് പറയുന്നത്? സിറ്റിസൺഷിപ്പിനെ കുറിച്ച് പറയുന്നത്. അപ്പൊ ഇന്ത്യയിലെ പൗരത്വത്തെ കുറിച്ച് പ്രതിപാദിക്കുന്നത് പാർട്ട് 2 ആർട്ടിക്കിൾ 5 മുതൽ 11 വരെയാണ് പറയുന്നത്. ഇന്ത്യയിൽ എങ്ങനെയുള്ള പൗരത്വമാണെന്നാണ് നമ്മൾ പറയുന്നത്? ഇന്ത്യയിലെ ഒരു പൗരന് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് ഏക പൗരത്വം എന്ന് പറയുന്ന സംവിധാനമാണ്. അതായത് മറ്റു രാജ്യങ്ങളിലെ പൗരത്വം നമ്മൾ നേടിയ നമ്മുടെ പൗരത്വം സ്വമേധയെ നഷ്ടപ്പെടും. നമുക്ക് ഏക പൗരത്വം, സിംഗിൾ സിറ്റിസൺഷിപ്പ് ആണ്. അങ്ങനെ ഈ ഏക പൗരത്വം എന്ന് പറയുന്ന ആശയം നമ്മൾ കടം കൊണ്ടിരിക്കുന്നത് എവിടെ നിന്നാണ്? ബ്രിട്ടനിൽ നിന്നാണ് എന്ന് ഓർത്തുവെക്കുക. ഏക പൗരത്വം ബ്രിട്ടനിൽ നിന്നാണ്. ഇനി പൗരത്വത്തെ കുറിച്ച് പ്രതിപാദിക്കുന്നത് ഏത് ലിസ്റ്റിലാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എവിടെ പറയും? നമ്മൾ യൂണിയൻ ലിസ്റ്റിലാണ് പൗരത്വത്തെ കുറിച്ച് പ്രതിപാദിക്കുന്നത്. പൗരത്വത്തെ കുറിച്ച് പ്രതിപാദിക്കുന്നത് ഏത് ലിസ്റ്റിലാണ്? യൂണിയൻ ലിസ്റ്റിലാണ്. ഇനി അടുത്തത് ഇന്ത്യൻ ഭരണഘടനയില് അതായത് ഇന്ത്യൻ ഭരണഘടനയിൽ പൗരത്വത്തെ കുറിച്ച് കൃത്യമായിട്ട് പ്രതിപാദിക്കുന്നുണ്ട്. അത് ഏക പൗരത്വമാണെന്നാണ് പറയുന്നത്. പക്ഷേ ഇന്ത്യൻ പൗരത്വ നിയമം പാർലമെന്റ് വേറെ പാസ്സാക്കണ്ടായി. എന്താ ചെയ്തേ? ഇന്ത്യൻ പൗരത്വ നിയമം പാർലമെന്റ് പാസാക്കിയത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പറയും 1955 1955 എന്ത് പാസാക്കി? ഇന്ത്യൻ പൗരത്വ നിയമം പാസാക്കി. അങ്ങനെ പൗരത്വത്തെ കുറിച്ച് നിയമം പാസാക്കാൻ ആർക്കാണ് അധികാരമുള്ളത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പറയും പാർലമെന്റിനാണ്. ആർക്കാണ് അവകാശം? പൗരത്വത്തെ കുറിച്ച് നിയമം പാസാക്കാനുള്ള അവകാശം ആർക്കാണ്? പാർലമെന്റിനാണ്. ഒരു വ്യക്തിയുടെ ഇന്ത്യൻ പൗരത്വം റദ്ദ് ചെയ്യാൻ ആർക്കാണ് അവകാശം? ആർക്കാണ് അധികാരം? റദ്ദ് ചെയ്യാൻ ആർക്കേ പറ്റുള്ളൂ? ഇന്ത്യ ഗവൺമെന്റിന്. ആരാണ് പൗരത്വം റദ്ദ് ചെയ്യുക? നമ്മുടെ ഗവൺമെന്റ് ആണ് പൗരത്വം റദ്ദ് ചെയ്യാന്ന് നമ്മൾ പറയും. അപ്പൊ ഇന്ത്യയില് സിംഗിൾ സിറ്റിസൺഷിപ്പ് ആണ്. എന്നാൽ ഇന്ത്യയിൽ ഇരട്ട പൗരത്വം എന്ന് പറയുന്ന ആശയം നിർദ്ദേശിച്ചത് ഏത് കമ്മിറ്റിയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പറയും LM സിംഗ്വി കമ്മിറ്റി. അപ്പൊ ഇന്ത്യയില് ഇരട്ട പൗരത്വം നിർദ്ദേശിച്ച കമ്മിറ്റി LM സിംഗ്വി കമ്മിറ്റിയാണ്. ആരാണ്? LM സിംഗ്വി കമ്മിറ്റിയാണ്. ഇത്രയും കാര്യം ക്ലിയർ ആയോ? അപ്പൊ പൗരത്വം പാർട്ട് 2 ആർട്ടിക്കിൾ 5 മുതൽ 11 വരെ പ്രതിപാദിക്കുന്നു. ഇന്ത്യയിൽ ഏക പൗരത്വമാണ്. ഏക പൗരത്വം എന്ന് പറയുന്ന ആശയം നമ്മൾ കടം കൊണ്ടിരിക്കുന്നത് ബ്രിട്ടനിൽ നിന്നാണ്. നമ്മുടെ പൗരത്വത്തെ കുറിച്ച് പ്രതിപാദിക്കുന്ന ലിസ്റ്റ് യൂണിയൻ ലിസ്റ്റ് ആണ്. ഇന്ത്യൻ പൗരത്വ നിയമം ഇന്ത്യൻ പാർലമെന്റ് പാസാക്കി 1955. പൗരത്വവുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള നിയമം പാസാക്കാനുള്ള അവകാശം പാർലമെന്റിനാണ്. ഈ പൗരത്വം റദ്ദ് ചെയ്യാനുള്ള അവകാശം ഇന്ത്യ ഗവൺമെന്റിനാണ്. ഇന്ത്യയിൽ ഇരട്ട പൗരത്വം എന്ന് പറയുന്ന ആശയം കൊണ്ടുവന്നത് ആര് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പറയും LM സിംഗ്വി എന്ന് പറയുന്ന കമ്മിറ്റിയാണ്. ഇനി അടുത്തത്, ഒരു നല്ല പൗരൻ രാഷ്ട്രത്തെ നന്നാക്കും. എന്താണ്? ഒരു നല്ല പൗരൻ. കണ്ടോ? ഒരു നല്ല പൗരൻ എന്താണ്? നമ്മുടെ രാഷ്ട്രത്തെ നന്നാക്കും. ഒരു നല്ല പൗരൻ രാഷ്ട്രത്തെ നന്നാക്കും എന്നും ഒരു ചീത്ത പൗരൻ രാഷ്ട്രത്തെ ശിഥിലമാക്കും എന്നും പറഞ്ഞത് ഇത് ആരുടെ വേർഡാണ്? ഇത് ആരാണ് ഈ സെന്റൻസ് പറഞ്ഞത്? അരിസ്റ്റോട്ടിലാണ് പറഞ്ഞത്. ഒരു നല്ല പൗരൻ രാഷ്ട്രത്തെ നന്നാക്കുമെന്നും ഒരു ചീത്ത പൗരൻ രാഷ്ട്രത്തെ ശിഥിലമാക്കുമെന്നും പ്രതിപാദിച്ചത് ആരാണ്? അരിസ്റ്റോട്ടിലാണ്. ഇനി അതുപോലെ തന്നെ അരിസ്റ്റോട്ടിന്റെ വളരെ പ്രധാനപ്പെട്ട വേറൊരു വചനമാണ്, ഒരു രാഷ്ട്രത്തിന്റെ നിയമനിർമ്മാണ നടപടികളിൽ
രാഷ്ട്രത്തിന്റെ എന്ത് നടപടികളില് അതുപോലെ തന്നെ നിയമം നിർമ്മിക്കാനുള്ള നടപടികളിൽ നിയമനിർമ്മാണ നടപടികളിലും നീതി നിർവഹണത്തിലും നീതി നിർവഹിക്കുന്നതിലും നീതി നിർവഹണത്തിലും അതുപോലെ തന്നെ അതായത് രാഷ്ട്രത്തിന്റെ നിയമനിർമ്മാണം അതുപോലെ തന്നെ നീതി നിർവഹണം ഇതില് അധികാരമുള്ള ഏതൊരു വ്യക്തിയെയും നമുക്ക് ആ രാഷ്ട്രത്തെ എന്തെന്ന് വിളിക്കാം? ആ രാഷ്ട്രത്തിലെ പൗരൻ എന്ന് വിശേഷിപ്പിക്കാം. ക്ലിയർ ആയോ? ഒരു രാഷ്ട്രത്തിന്റെ നിയമനിർമ്മാണത്തിലും നീതി നിർവഹണത്തിലും അധികാരമുള്ള ഏതൊരു വ്യക്തിയെയും ആ രാഷ്ട്രത്തിലെ പൗരൻ എന്ന് വിശേഷിപ്പിക്കാമെന്ന് പറഞ്ഞത് ആരാണ് പറഞ്ഞത്? നമ്മുടെ അരിസ്റ്റോട്ടിലാണ് പറഞ്ഞത്. ഇനി നമ്മൾ പറഞ്ഞു ആർട്ടിക്കിൾ 5 മുതൽ 11 വരെയാണ് എന്തിനെ കുറിച്ച് പ്രതിപാദിക്കുന്നത്? പൗരത്വത്തെ കുറിച്ച് പ്രതിപാദിക്കുന്നത്. അപ്പോ ആർട്ടിക്കിൾ 5 മുതൽ 11 വരെയുള്ള കാര്യങ്ങൾ പഠിക്കുന്നതിന് മുമ്പ് നമുക്ക് ഇന്ത്യൻ പൗരത്വ നിയമം അനുസരിച്ച് ഒരു വ്യക്തിക്ക് ഏതൊക്കെ രീതിയിൽ പൗരത്വം ലഭിക്കുന്നു എന്ന് നമുക്ക് പഠിക്കാം. ഏതൊക്കെ രീതിയിലാണ് ഒരു വ്യക്തിക്ക് പൗരത്വം ലഭിക്കുക? ഒന്ന്, ബൈ ബർത്ത് അഥവാ ജന്മസിദ്ധമായ പൗരത്വം. ഒരു വ്യക്തിക്ക് ബൈ ബർത്ത് അഥവാ ജന്മസിദ്ധമായ പൗരത്വം ലഭിക്കുന്നു. എങ്ങനെയാണ് ഒരു വ്യക്തിക്ക് ജന്മസിദ്ധമായിട്ടുള്ള പൗരത്വം ലഭിക്കുക? ആ വ്യക്തി 1950 ജാനുവരി 26-നോ അതിനുശേഷമോ 1950 ജാനുവരി 26-നോ അതിനുശേഷമോ 1987 ജൂലൈ 1-നു മുൻപോ. അപ്പൊ 1950 ജാനുവരി 26 അല്ലെങ്കിൽ അതിനുശേഷം 1987 ജൂലൈ 1-ന് മുമ്പ് എങ്ങനെയാണെങ്കിൽ ഇന്ത്യയിൽ ജനിച്ച വ്യക്തിയാണെങ്കിൽ ഇന്ത്യയിൽ ജനിച്ച വ്യക്തിയും അയാളുടെ മാതാപിതാക്കള് ഏത് രാജ്യക്കാരനായിരുന്നാലും ഇന്ത്യൻ പൗരനായിട്ട് പരിഗണിക്കും. അപ്പൊ എന്താ പറഞ്ഞേ? ജന്മസിദ്ധമായിട്ടുള്ള പൗരത്വം നമ്മൾ ലഭിക്കണമെങ്കിൽ ആദ്യത്തെ കണ്ടീഷൻ പറയാണ്. ആദ്യത്തെ കണ്ടീഷൻ എന്താണ്? 1950 ജാനുവരി 26-ന് ശേഷമോ എന്നാൽ 1987 ജൂലൈ 1-നു മുമ്പോ ഇന്ത്യയിൽ ജനിച്ച ഏതൊരു വ്യക്തിയും അയാളുടെ മാതാപിതാക്കൾ ഏത് രാജ്യക്കാരനായിരുന്നാലും ഇന്ത്യൻ പൗരനായിരിക്കും എന്നാ പറയണം. 1950 ജാനുവരി 26-ന് ബംഗ്ലാദേശിലുള്ള ആൾക്കാർ അല്ലെങ്കിൽ എവിടെയുള്ള ആൾക്കാരും എന്താ പറയുന്നത്? അവര് ഒരു മകൻ നമ്മുടെ ഇവിടെ ജനിച്ചു. അപ്പൊ അയാളുടെ മാതാപിതാക്കൾ ഏത് രാജ്യത്തായിക്കോട്ടെ, പക്ഷെ നമ്മുടെ രാജ്യത്ത് ജനിച്ച അപ്പൊ നമുക്ക് പൗരത്വം കിട്ടുന്നായിരുന്നു. എങ്ങനെ? 1950 ജാനുവരി 26 മുതൽ 1987 ജൂലൈ 1 വരെയുള്ള കണ്ടീഷനാ പറയണം. ഇനി അടുത്തത് 1987 ജൂലൈ 1-നോ അതിനുശേഷമോ അതിനുശേഷം ജനിച്ച കുട്ടികളാണെങ്കിൽ അവരുടെ മാതാപിതാക്കളിൽ ആരെങ്കിലും ഒരാൾ മാതാവോ അല്ലെങ്കിൽ പിതാവോ ആരായിരിക്കണം എന്നാ പറയണത്? ഇന്ത്യൻ പൗരനായിരുന്നാൽ മാത്രമേ പൗരത്വം ലഭിക്കുള്ളൂ. കണ്ടോ? അപ്പൊ എന്താ പറഞ്ഞ? ആദ്യം പറഞ്ഞു 1950 ജാനുവരി 26-ന് 1987 ജൂലൈ 1-നോ മുമ്പ് ജനിച്ചിട്ടുണ്ടെങ്കിൽ അതിലിപ്പോ എന്താന്ന് പറയുന്നത്? അയാളുടെ മാതാപിതാക്കൾ ഏത് രാജ്യക്കാരനായിരുന്നാലും ഇന്ത്യൻ പൗരത്വം ലഭിക്കുമായിരുന്നു. എന്നാൽ 1987 ജൂലൈ 1 ആയപ്പോഴോ ജൂലൈ 1 മുതൽ ജൂലൈ 1-നോ അതിനുശേഷമോ ജനിച്ചിട്ടുള്ള വ്യക്തികളാണെങ്കിൽ അവരുടെ മാതാവോ പിതാവോ, ഒന്നുകിൽ അമ്മ അല്ലെങ്കിൽ അച്ഛൻ, ആരെങ്കിലും ഒരാള് ഇന്ത്യൻ പൗരനായാലേ പൗരത്വം ലഭിക്കുള്ളൂ. എങ്ങനെ? ജന്മസിദ്ധമായിട്ടുള്ള പൗരത്വം. ഇനിയുണ്ട് കണ്ടീഷൻ. അടുത്തത് 2004 ഡിസംബർ 3-നോ അതിനുശേഷമോ ഇന്ത്യയിൽ ജനിച്ചിട്ടുള്ള ഏത് വ്യക്തിയാണെങ്കിലും ആ വ്യക്തിക്ക് ഇന്ത്യൻ പൗരത്വം ലഭിക്കണമെങ്കിൽ മാതാപിതാക്കൾ ഇരുവരും ഇന്ത്യൻ പൗരന്മാരാണ്. അപ്പൊ എന്തായിരിക്കണം? മാതാവും അതുപോലെ തന്നെ പിതാവും ആരായിരിക്കണം? ഇന്ത്യൻ പൗരനായിരിക്കണം. ക്ലിയർ ആയോ നിങ്ങൾക്ക്?
അങ്ങനെ ഇന്ത്യയിൽ എന്താ പറയുന്നത്, നമ്മുടെ ജന്മസിദ്ധമായിട്ട് കിട്ടുന്ന പൗരത്വത്തിന്റെ 3 കണ്ടീഷനാ പറഞ്ഞ്. 1950 ജാനുവരി 26-നോ 26-ന് ശേഷമോ അവർ 1987 ജൂലൈ 1-ന് മുമ്പോ ജനിച്ചിട്ടുള്ള ആൾക്കാരാണെങ്കിൽ, ജൂലൈ 1-ന് മുമ്പോ ഇന്ത്യയിൽ ജനിച്ചിട്ടുള്ള ഏത് വ്യക്തിയാണെങ്കിലും അവരുടെ അച്ഛനോ അമ്മയോ ഏത് രാജ്യക്കാരാണോ അതൊരു പ്രശ്നമൊന്നുമല്ല, അവർക്ക് ഇന്ത്യൻ പൗരത്വം കിട്ടും. എന്നാൽ 1987 ജൂലൈ 1-ന് ശേഷം ജനിച്ചിട്ടുള്ള ആൾക്കാരാണെങ്കിൽ എന്താന്നാ പറയുന്നത്, മാതാവോ പിതാവോ ആരെങ്കിലും ഒരാള് ഇന്ത്യൻ പൗരനായാൽ ഇന്ത്യൻ പൗരത്വം ലഭിക്കും, ജന്മസിദ്ധമായിട്ടുള്ള പൗരത്വം ലഭിക്കും. ഇനി 2004 ഡിസംബർ 3-ന് അല്ലെങ്കിൽ അതിന് ശേഷവും ജനിച്ചിട്ടുള്ള ആൾക്കാരാണെങ്കിൽ അവരുടെ മാതാവും പിതാവും ഇന്ത്യൻ പൗരനായാണെങ്കിൽ മാത്രമാണ് ജന്മസിദ്ധമായിട്ടുള്ള പൗരത്വം ലഭിക്കുള്ളൂ. കഴിഞ്ഞില്ലേ? അപ്പൊ ആദ്യത്തത് എന്താണ്? ബൈ ബർത്ത് വഴിയുള്ള അവകാശം, ജന്മസിദ്ധമായിട്ട് നമുക്ക് കിട്ടുന്ന അവകാശം. രണ്ടാമത്തത് നമുക്ക് പിന്തുടർച്ച വഴി കിട്ടുന്ന അവകാശം, പിന്തുടർച്ച വഴി കിട്ടുന്ന പൗരത്വമാണ് പറയുന്നത്. അപ്പൊ ഇന്ത്യൻ പൗരത്വം അനുസരിച്ച് ഒരു വ്യക്തിക്ക് 5 രീതിയിൽ പൗരത്വം കിട്ടും. ഒന്ന് ബൈ ബർത്ത് പൗരത്വം ലഭിക്കും. അടുത്ത പിന്തുടർച്ച വഴി. പിന്തുടർച്ചയ്ക്ക് എന്തെന്നാ ഇംഗ്ലീഷിൽ പറയാ? ഡിസെന്റ് എന്ന് പറയും. ബൈ ഡിസെന്റ്. പിന്തുടർച്ച വഴി എങ്ങനെയാ ലഭിക്കുക? 1950 ജാനുവരി 26-നോ നമ്മൾ നേരത്തെ പറഞ്ഞ 1950 നമ്മുടെ ജാനുവരി 26 എന്താ? റിപ്പബ്ലിക് ഡേ. അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ജനുവരി 26-നോ അതിനുശേഷമോ എന്താണ്, അല്ലെങ്കിൽ 1992 ഡിസംബർ 10-ന് മുൻപോ, 1992 ഡിസംബർ 10-ന് മുൻപോ. അപ്പോ 90 ജാനുവരി 26 തുടങ്ങി ഡിസംബർ 10-ന് മുൻപ് ഇന്ത്യക്ക് പുറത്ത് ജനിച്ച ഒരു വ്യക്തിക്ക് അദ്ദേഹത്തിന്റെ പിതാവ് ഇന്ത്യൻ പൗരനായിരുന്നാൽ പൗരത്വം പിന്തുടർച്ച വഴി ലഭിക്കും. അങ്ങനെ പിതാവ് ആരായാ മതി? ഇന്ത്യൻ പൗരനായാ മതി. എന്താണ്? കുട്ടി എങ്ങനെയായിക്കോട്ടെ, ഇന്ത്യക്ക് പുറത്ത് ജനിച്ചോട്ടെ, കുട്ടി ഇന്ത്യക്ക് പുറത്ത് ജനിച്ചോട്ടെ, കുഴപ്പമില്ല, കുട്ടി ഇന്ത്യക്ക് പുറത്ത് ജനിച്ചു ട്ടാ. മനസ്സിലായ നിങ്ങൾക്ക്? അതായത് ഇത് ഇത്തിരി കൺഫ്യൂഷൻ ഉള്ളതാണ്, പിന്നെയും കേട്ട് പഠിക്കേണ്ടി വരും. 1950 ജാനുവരി 26-നോ അതിനുശേഷമോ ഇന്ത്യയിൽ ജനിക്കുകയാണ് ഒരു കുട്ടി. ആ കുട്ടി 1992 ഡിസംബർ 10-ന് മുമ്പ് ഇന്ത്യയിൽ ജനിച്ചിട്ടുണ്ടാവണം. 50 ജാനുവരി 26 തൊട്ട് 92 ഡിസംബർ 10 വരെ ജനിച്ചിട്ടുള്ള കുട്ടികളുടെ കഥയെ പറയണം. അവര് കുട്ടി ജനിച്ചത് ഇന്ത്യക്ക് പുറത്താണെങ്കിൽ കൂടെ കുഴപ്പമില്ല, പക്ഷേ അദ്ദേഹത്തിന്റെ പിതാവ് ഇന്ത്യൻ പൗരനായിരുന്നാൽ പിന്തുടർച്ച വഴി പൗരത്വം ലഭിക്കും. ഇനി അടുത്ത പോയിന്റ് എന്താണെന്നറിയോ? ഈ നമ്മൾ 92 ഡിസംബർ പറഞ്ഞില്ലേ, 1992 ഡിസംബർ 10-നോ അതിനുശേഷമോ ഇന്ത്യക്ക് പുറത്ത് ജനിച്ച ഒരു കുട്ടിയാണെങ്കിൽ അദ്ദേഹത്തിന്റെ ജനന സമയത്ത് അദ്ദേഹത്തിന്റെ മാതാപിതാക്കളിൽ ഒരാൾ ഇന്ത്യൻ പൗരൻ ആരായിരുന്നാൽ മതി. ഒന്നുകിൽ മാതാവ്, നേരത്തെ പിതാവിന്റെ കാര്യം പറഞ്ഞു, ഇവിടെ മാതാവോ പിതാവോ ആരെങ്കിലും ഒരാള് ഇന്ത്യൻ പൗരനായിരുന്നാൽ മതി എന്ന് പറയുന്നു. ഇനി അടുത്തത് 2004 ഡിസംബർ 3-ന് ശേഷം ഇന്ത്യയിൽ ജനിച്ച ഒരു വ്യക്തിയാണെങ്കിൽ പിന്തുടർച്ച വഴി അവർക്ക് പൗരത്വം ലഭിക്കില്ല. പിന്തുടർച്ച വഴി പൗരത്വം ലഭിക്കില്ല. ക്ലിയർ ആയിട്ട് ഓർത്തു വെച്ചോളൂട്ടാ. എങ്ങനെയാണെങ്കിൽ ലഭിക്കില്ല എന്നാ പറഞ്ഞേ? 2004 ഡിസംബർ 3-ന് ശേഷം, 2004 ഡിസംബർ 3-ന് ശേഷം ഇന്ത്യക്ക് പുറത്ത് ജനിച്ച ഒരു വ്യക്തിക്ക് പിന്തുടർച്ച വഴിയുള്ള പൗരത്വം ലഭിക്കില്ല. പൗരത്വം ലഭിക്കണമെങ്കിൽ ജനിച്ച് എന്ത് ചെയ്യണം? 1 ഇയറിനുള്ളിൽ എന്ത് ചെയ്യണം? അതത് രാജ്യത്തെ ഇന്ത്യൻ കോൺസുലേറ്റിൽ ജനനം രജിസ്റ്റർ ചെയ്യണം. അതാ ഏത് രാജ്യത്താണോ ജനിച്ച ആ രാജ്യത്തെ ഇന്ത്യൻ കോൺസുലേറ്റിൽ ജനനം രജിസ്റ്റർ ചെയ്താൽ മാത്രമേ എന്ത് ലഭിക്കുള്ളൂ? അവിടുത്തെ നമ്മുടെ ഇന്ത്യൻ പൗരത്വം ലഭിക്കുള്ളൂ. ഇതാണ് പിന്തുടർച്ച വഴിയുള്ള 3 കണ്ടീഷൻ. പിന്തുടർച്ച വഴിയുള്ള ആദ്യത്തെ കണ്ടീഷൻ, പിന്തുടർച്ച ബൈ ഡിസെന്റ് വഴി നമുക്ക് എന്ത് ലഭിക്കണമെങ്കിൽ, പൗരത്വം ലഭിക്കണമെങ്കിൽ 1950 ജാനുവരി 26-നോ അതിനുശേഷമോ, എന്നാൽ 1992 ഡിസംബർ 10-ന് മുൻപോ ജനിച്ചൊരു കുട്ടിയാണെങ്കിൽ, ഇന്ത്യക്ക് പുറത്ത് ജനിച്ചൊരു കുട്ടിയാണെങ്കിൽ ആ കുട്ടിയുടെ പിതാവ് ഇന്ത്യൻ പൗരനായിരുന്നാൽ പിന്തുടർച്ച വഴി ലഭിക്കും പൗരത്വം.
1992 ഡിസംബർ 10 അല്ലെ 10-നോ അതിന് ശേഷമോ ഇന്ത്യക്ക് പുറത്ത് ജനിച്ചൊരു കുട്ടിയായിരുന്ന മാതാവോ പിതാവോ ആരെങ്കിലും ഒരാൾ ഇന്ത്യൻ പൗരനായിരുന്നാൽ മതി എന്നാ പറയണം. ആദ്യം പിതാവ് പറഞ്ഞു. എന്നാൽ 2004 ഡിസംബർ 3-ന് ശേഷം ഇന്ത്യക്ക് പുറത്തൊരു കുട്ടി ജനിക്കുകയാണെങ്കിൽ ആ കുട്ടിക്ക് ഇന്ത്യൻ പൗരത്വം കിട്ടില്ല. എന്ത് ചെയ്യണം നമ്മള്? ജനിച്ച് പൗരത്വം ലഭിക്കണമെങ്കിൽ 1 വർഷത്തിനുള്ളിൽ അതാത് രാജ്യത്തെ ഇന്ത്യൻ കോൺസുലേറ്റില് ജനറൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടാവുന്നത്. ഇന്ത്യക്കാരനായിട്ടുള്ള ഒരു കുട്ടി ജനിച്ചിട്ടുണ്ട് എന്ന് 1 വർഷത്തിനുള്ളിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടാവണം. അപ്പൊ ബൈ ബർത്തും കഴിഞ്ഞു, ബൈ ഡിസെന്റും കഴിഞ്ഞു. ഇനി അടുത്തത് ബൈ രജിസ്ട്രേഷൻ. രജിസ്ട്രേഷൻ വഴി നമുക്ക് എന്ത് ലഭിക്കുന്ന പറയണേ? പൗരത്വം ലഭിക്കും. എങ്ങനെയാണ് രജിസ്ട്രേഷൻ വഴിയുള്ള പൗരത്വം? അതായത് രജിസ്ട്രേഷൻ വഴി പൗരത്വം ലഭിക്കുന്നതിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളാണ് അടുത്തത് പറയുന്നത്. രജിസ്ട്രേഷൻ വഴിയുള്ള ഇന്ത്യൻ പൗരത്വം, അതായത് നമ്മൾ കുറച്ചു നാൾ ഇന്ത്യയിലൊക്കെ താമസിച്ച് നമ്മൾ എന്ത് ചെയ്യണം? നമുക്ക് രജിസ്ട്രേഷൻ, എനിക്ക് ഇന്ത്യ പൗരത്വം വേണമെന്ന് പറഞ്ഞിട്ട് അപ്പോ എന്ത് ചെയ്യാം? 7 വർഷം, അതായത് രജിസ്ട്രേഷന് എപ്പോഴാണോ അപേക്ഷിക്കുന്നതിന് 7 വർഷം മുൻപ് ഇന്ത്യയിൽ താമസം ഉറപ്പിക്കണം കേട്ടോ. 7 വർഷം മുമ്പ് രജിസ്ട്രേഷൻ. അപ്പൊ 7 വർഷം തുടർച്ചയായിട്ട് ഇന്ത്യയിൽ എന്ത് ചെയ്യണം? താമസിച്ചാൽ രജിസ്ട്രേഷൻ അപേക്ഷിക്കാം. ഇനി ഇന്ത്യൻ പൗരത്വമുള്ള വ്യക്തിയുമായിട്ട്, അത് ആദ്യത്തെ കണ്ടീഷൻ. രണ്ടാമത്തെ കണ്ടീഷൻ ആണെങ്കിലോ, ഇന്ത്യൻ പൗരത്വമുള്ള വ്യക്തിയുമായിട്ട് എന്താണ്? വിവാഹ ബന്ധത്തിൽ ഏർപ്പെട്ടാൽ, മാരേജ്, പൗരത്വ അപേക്ഷ നൽകുന്നതിന് 7 വർഷം മുമ്പ് ഇന്ത്യയിൽ താമസം ഉറപ്പിക്കുക. അപ്പൊ വ്യക്തിയുമായി വിവാഹ ബന്ധത്തിൽ ഏർപ്പെട്ട, പൗരത്വം അപേക്ഷിക്കുന്നതിന് മുമ്പ് 7 വർഷം മുമ്പ് ഇന്ത്യയിൽ താമസം ഉറപ്പിച്ച വ്യക്തി. അപ്പൊ വിവാഹം ചെയ്യും വേണം 7 വർഷം തുടർച്ചയായിട്ട്. അങ്ങനെയാണ് നമ്മുടെ സോണിയാഗാന്ധിക്ക്, നമുക്കറിയാം, അവർക്ക് ഇറ്റലിയിലെ പൗരത്വം ആയിരുന്നു. അപ്പൊ രാജീവ് ഗാന്ധി വിവാഹം കഴിച്ച് അവർ 7 വർഷം തുടർച്ചയായി ഇന്ത്യയിൽ താമസിച്ചപ്പോൾ ഇന്ത്യയുടെ എന്ത് ലഭിച്ചു എന്നാ പറയണത്? പൗരത്വം ലഭിച്ചു. അപ്പൊ വിവാഹം കഴിക്കുകയും വേണം. ഇന്ത്യൻ പൗരത്വമുള്ള വ്യക്തിയുമായിട്ട് വിവാഹ ബന്ധത്തിൽ ഏർപ്പെട്ടിട്ട് പൗരത്വം അപേക്ഷിക്കുന്നതിന് മുൻപ് 7 വർഷം മുമ്പ് ഇന്ത്യയിൽ താമസം ഉറപ്പിച്ചാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? രജിസ്ട്രേഷൻ വഴി നമുക്ക് പൗരത്വം നേടാം. ഇനി അടുത്തത് ഇന്ത്യൻ പൗരന്മാരാണ്. അവരുടെ ഇന്ത്യൻ പൗരന്മാരായിട്ടുള്ള വ്യക്തികളുടെ പ്രായപൂർത്തിയാകാത്ത കുട്ടികളായിക്കോട്ടെ, പ്രായപൂർത്തിയായ കുട്ടികളായിക്കോട്ടെ, അവർക്കൊക്കെ എന്ത് ചെയ്യാൻ പറ്റും? നമ്മുടെ രജിസ്ട്രേഷൻ വഴി അപേക്ഷിക്കാം. അപ്പൊ ഇന്ത്യൻ പൗരന്മാര് ആർക്കൊക്കെ രജിസ്ട്രേഷൻ അപേക്ഷിക്കാം എന്നാണ് പറയുന്നത്? ഇന്ത്യൻ പൗരന്മാരാണ് ആ വ്യക്തികളുടെ എന്താണ്? പ്രായപൂർത്തിയാകാത്ത കുട്ടികൾക്ക്, പ്രായപൂർത്തിയാകാത്ത കുട്ടികൾക്കും പ്രായപൂർത്തി ആയ കുട്ടികൾക്കും എന്ത് ചെയ്യാൻ പറ്റും? രജിസ്ട്രേഷൻ വഴി പൗരത്വത്തിന് അപേക്ഷിക്കാം. അടുത്തത് പറയാണ് കോമൺവെൽത്ത് കൺട്രീസ്. ഏത് രാജ്യങ്ങളാ? കോമൺവെൽത്ത് രാജ്യങ്ങളിലെ ആൾക്കാർക്ക്, അതുപോലെ തന്നെ ഐറിഷ് റിപ്പബ്ലിക്കിലെ പൗരന്മാർക്കൊക്കെ രജിസ്ട്രേഷൻ വഴിയുള്ള പൗരത്വത്തിന് വേണ്ടി അപേക്ഷിക്കാം. ആർക്കൊക്കെ രജിസ്ട്രേഷൻ വഴിയുള്ള പൗരത്വത്തിന് വേണ്ടി അപേക്ഷിക്കാന്നാണ് നമ്മൾ പറയുന്നത്. രജിസ്ട്രേഷനിലൂടെ ആർക്കൊക്കെ പൗരത്വം നേടാം? രജിസ്ട്രേഷൻ അപേക്ഷിക്കുന്നതിന് മുമ്പ് 7 വർഷം ഇന്ത്യയിൽ സ്ഥിരമായിട്ട് താമസമുള്ള ആൾക്ക്, ഇന്ത്യൻ പൗരനെ വിവാഹം ചെയ്യുക വഴി ഇന്ത്യൻ പൗരനെ വിവാഹം ചെയ്യുകയും ചെയ്യുക, 7 വർഷം തുടർച്ചയായി താമസിക്കുകയും ചെയ്യുന്ന ആൾക്ക്. ഒരു ഇന്ത്യൻ പൗരനാണ്, പക്ഷെ മക്കൾക്ക് എന്തില്ല? പൗരത്വം ഉണ്ടാവില്ല എന്ന് വിചാരിക്കാം. അപ്പൊ ഇന്ത്യൻ പൗരനാണ്. ആ ഇന്ത്യൻ പൗരന്റെ പ്രായപൂർത്തിയായ മക്കൾക്കോ പ്രായപൂർത്തിയാകാത്ത മക്കൾക്കോ അവർക്കൊക്കെ എന്ത് ചെയ്യാൻ പറ്റും? രജിസ്ട്രേഷൻ അപേക്ഷിക്കാൻ പറ്റും. ആർക്കൊക്കെ അപേക്ഷിക്കാൻ പറ്റും എന്നാ ചോദിക്കണേ? കോമൺവെൽത്ത് രാജ്യങ്ങളിലെ പൗരന്മാർക്ക് അപേക്ഷിക്കാൻ പറ്റും. ഇന്ത്യൻ പൗരത്വത്തിന് അപേക്ഷിക്കാം. ഐറിഷ് റിപ്പബ്ലിക്കിലെ പൗരന്മാർക്കും എന്തിനപേക്ഷിക്കാം? രജിസ്ട്രേഷൻ മുഖാന്തരം പൗരത്വത്തിന് അപേക്ഷിക്കാം. ഇനി മാതാപിതാക്കളിൽ ഒരാൾ ഇന്ത്യൻ പൗരനാണ്. അപ്പോ ആരാണ്? ഒന്നുകിൽ മാതാവ് അല്ലെങ്കിൽ പിതാവ്, ആരെങ്കിലും ഒരാള് ആരാണ്? ഇന്ത്യൻ പൗരനാണ്. പക്ഷേ കുട്ടിക്ക് 18 വയസ്സ് തികഞ്ഞിട്ടില്ല, പ്രായപൂർത്തി ആയിട്ടില്ല. പ്രായപൂർത്തിയാകാത്ത വ്യക്തി, അദ്ദേഹം പൗരത്വത്തിന് അപേക്ഷിക്കുന്നതിന് 12 മാസം മുമ്പെങ്കിലും എന്താണ്? ഇന്ത്യയിൽ സ്ഥിരതാമസം ആക്കിയിരിക്കണം. ക്ലിയർ ആയിട്ടുണ്ടാവും, മനസ്സിലായി എന്ന് വിചാരിക്കണോ? അതായത് മാതാപിതാക്കളിൽ ഒരാൾ ഇന്ത്യൻ പൗരനാണ്, മാതാവോ പിതാവോ ഇന്ത്യൻ പൗരനാണ്. പക്ഷെ അപേക്ഷിക്കാൻ പോണ കുട്ടി
എന്താന്നാ പറയാ, ഇന്ത്യൻ പൗരനായ പ്രായപൂർത്തിയായ വ്യക്തിയാണെങ്കിൽ അദ്ദേഹം പൗരത്വത്തിന് അപേക്ഷിക്കുന്നതിന് 12 മാസം എന്ന് പറഞ്ഞാൽ എന്താ, 1 വർഷം മുമ്പെങ്കിലും ഇന്ത്യയിൽ സ്ഥിരതാമസമായിരിക്കണം എന്നാണ്, ഇന്ത്യയിൽ താമസം ഉണ്ടാവണം എന്നാ പറഞ്ഞത്. ഇനി അടുത്ത കണ്ടീഷൻ, പ്രായപൂർത്തിയായ പൗരത്വ അപേക്ഷകൻ 5 വർഷമായി ഓവർസീസ് സിറ്റിസൺ ഓഫ് ഇന്ത്യ കാർഡിന്റെ ഉടമയാണ്. ഓവർസീസ് സിറ്റിസൺ ഓഫ് ഇന്ത്യ, OCI കാർഡ്, ഓവർസീസ് സിറ്റിസൺ ഓഫ് ഇന്ത്യ കാർഡിന്റെ ഉടമയായിട്ട് 12 മാസം, അതായത് 1 വർഷമായി ഇന്ത്യയിൽ താമസക്കാരനാണ്. 1 വർഷമായിട്ട് ഇന്ത്യയിൽ താമസക്കാരനാണ്. അങ്ങേർക്ക് എന്തുണ്ട്, OCI കാർഡ് ഉണ്ട്. പ്രായപൂർത്തിയായ പൗരത്വ അപേക്ഷകനാണ്. അങ്ങനെയാണെങ്കിൽ അയാൾക്ക് പ്രായപൂർത്തിയായി, അങ്ങനെയാണെങ്കിലും അപേക്ഷിക്കാം. ക്ലിയർ ആയോ നിങ്ങൾക്ക്? അപ്പൊ എന്തൊക്കെയാ നമ്മൾ പറഞ്ഞേ? പ്രായപൂർത്തിയായിട്ടുള്ള ഒരാളാണ്, പ്രായപൂർത്തിയായിട്ടുള്ള ഒരു വ്യക്തിയാണ്, അയാൾക്ക് OCI കാർഡ് ഉണ്ട്, ഓവർസീസ് സിറ്റിസൺ ഓഫ് ഇന്ത്യ കാർഡിന്റെ ഉടമയാണ് അദ്ദേഹം. 1 വർഷമായിട്ട് ഇന്ത്യയിൽ താമസിക്കുകയാണെങ്കിൽ അയാൾക്ക് അപേക്ഷിക്കാം. മാതാപിതാക്കളിൽ ഒരാൾ ഇന്ത്യൻ പൗരനായ 18 വയസ്സ് തികഞ്ഞ 12 മാസം അല്ലെങ്കിൽ 1 വർഷം ഇന്ത്യയിൽ താമസമാക്കിയ ഒരാൾക്ക് അപേക്ഷിക്കാം. കോമൺവെൽത്ത് കൺട്രീസിലെ അല്ലെങ്കിൽ ഐറിഷ് റിപ്പബ്ലിക്കിലെ പൗരന്മാർക്ക് അപേക്ഷിക്കാം. ഇനി അടുത്തത്, ഇന്ത്യൻ പൗരന്മാരുടെ പ്രായപൂർത്തിയായ കുട്ടികൾക്കും പ്രായപൂർത്തിയാകാത്ത കുട്ടികൾക്കും എന്തിന് അപേക്ഷിക്കാം? സിറ്റിസൺഷിപ്പിന് അപേക്ഷിക്കാം. ഇനി നമ്മൾ ഇന്ത്യൻ പൗരനെ വിവാഹം ചെയ്തിട്ട് എന്ത് ചെയ്യാൻ പറ്റും? 7 വർഷം ഇന്ത്യയിൽ താമസം ഉറപ്പിച്ചാലും അപേക്ഷിക്കാം. കൂടാതെ എന്താണ്, രജിസ്ട്രേഷൻ അപേക്ഷിക്കുന്നതിന് മുമ്പ് 7 വർഷം തുടർച്ചയായിട്ട് അപേക്ഷിക്കാം. തുടർച്ചയായിട്ട് താമസിച്ചാൽ അപേക്ഷിക്കാം. അപ്പൊ രജിസ്ട്രേഷന്റെ കാര്യം എന്താ പറഞ്ഞ, ഒരു വ്യക്തി 7 വർഷം തുടർച്ചയായിട്ട് ഇന്ത്യയില് താമസിക്കുകയാണെങ്കിൽ അവർക്ക് അപേക്ഷിക്കാം. ഒരു വ്യക്തി 7 വർഷം തുടർച്ചയായിട്ട് ഇന്ത്യയിൽ താമസിക്കുകയാണ്, 7 വർഷം മുമ്പ് അവര് ഒരു ഇന്ത്യൻ സിറ്റിസനെ വിവാഹം കഴിച്ചിട്ടുണ്ട്, അപേക്ഷിക്കാം. ഇന്ത്യൻ പൗരന്റെ പ്രായപൂർത്തിയാകാത്തതും പ്രായപൂർത്തിയായിട്ടുമായിട്ടുള്ള മക്കൾക്ക് അപേക്ഷിക്കാം. കോമൺവെൽത്ത് കൺട്രീസിലെ പൗരന്മാർക്ക് അപേക്ഷിക്കാം. ഐറിഷ് റിപ്പബ്ലിക്കിലെ വ്യക്തികൾക്ക് രജിസ്ട്രേഷൻ അപേക്ഷിക്കാം. മാതാപിതാക്കളിൽ ഒരാൾ ഇന്ത്യൻ പൗരനാണ്, ആ കുട്ടിക്ക് 18 വയസ്സ് പൂർത്തിയായി, അപ്പൊ 12 മാസമായിട്ട് ഇന്ത്യയിൽ സ്ഥിരമായിട്ട് താമസിക്കുകയാണ്, ആ കുട്ടിക്ക് അപേക്ഷിക്കാം. ഒരു കുട്ടി OCI കാർഡ് ഉണ്ട്, 1 വർഷമായിട്ട് ഇന്ത്യയിൽ താമസിക്കുകയാണ്, പ്രായപൂർത്തിയായ കുട്ടിയാണ്, അവർക്കും അപേക്ഷിക്കാം. ഇത്രയും കാര്യമാണ് നമ്മുടെ രജിസ്ട്രേഷൻ വഴിയുള്ള ഇന്ത്യൻ പൗരത്വത്തിന് അപേക്ഷിക്കാനുള്ള കാര്യം. ഇനി അടുത്തത് ചിരകാലവാസം വളരെ ബുദ്ധിമുട്ടുള്ള ഒരു ടോപ്പിക്കാണ്. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇത് സ്ഥിരമായിട്ട് പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്, സ്റ്റേറ്റ്മെന്റ് രൂപത്തിലൊക്കെ ചോദിക്കുന്നതാണ്. അപ്പൊ അതുകൊണ്ട് ഇത്തിരി ബുദ്ധിമുട്ടുണ്ട്. അപ്പൊ ചിരകാലവാസം മുഖേന എങ്ങനെ നമുക്ക് ചിരകാലവാസത്തിന്റെ എങ്ങനെയാണ് ഇംഗ്ലീഷ്? ബൈ നാച്ചുറലൈസേഷൻ അഥവാ ചിരകാലവാസം മുഖേന ഒരു വ്യക്തിക്ക് എങ്ങനെയാണ് കിട്ടുക, പൗരത്വം കിട്ടാന്നാ പറയണം. ഇനി ഇതിൽ പറയുന്നത്, ആദ്യത്തെ കണ്ടീഷൻ പറയുന്നത്, നമ്മൾ ആരാണോ അപേക്ഷ കൊടുക്കുന്നത്, ഏതെങ്കിലും ഒരു രാജ്യത്തെ അപേക്ഷകൻ ഏതെങ്കിലും ഒരു രാജ്യത്തെ പൗരനാണെങ്കിൽ മുൻ പൗരത്വം ഉപേക്ഷിക്കുമെങ്കിൽ, അതായത് ഇപ്പൊ അപേക്ഷ കൊടുക്കാൻ പോണ ഒരാള് ചിരകാലവാസം വഴി നമുക്ക് എന്ത് കിട്ടണമെങ്കിൽ, ഇന്ത്യൻ പൗരത്വം കിട്ടണമെങ്കിൽ അപേക്ഷക ഇപ്പൊ ഇറ്റലിക്കാരിയാണ് അല്ലെങ്കിൽ ജർമ്മനിക്കാരിയാണ്, അവരെന്ത് ചെയ്യണം? മുൻ പൗരത്വം ഉപേക്ഷിക്കണം. കുറെ നാളായിട്ട് ഇവിടെ താമസിച്ചാലൊന്നും പോരാ, മുൻ പൗരത്വം ഉപേക്ഷിച്ചാൽ നമ്മുടെ പൗരത്വം നമ്മൾ കൊടുക്കും. കണ്ടോ? മുൻ പൗരത്വം എന്ത് ചെയ്യണം? ഉപേക്ഷിക്കണം. ആദ്യത്തെ ഒരു കണ്ടീഷൻ അനുസരിച്ച് ഇങ്ങനെ. ഇനി പൗരത്വത്തിന് അപേക്ഷിക്കുന്നതിന് മുമ്പുള്ള 12 മാസക്കാലം പൗരത്വത്തിന് അപേക്ഷിക്കുന്നതിന് മുമ്പുള്ള 12 മാസം അവര് ഇന്ത്യയിൽ താമസിക്കാട്ട. 12 മാസമായിട്ട് ഇന്ത്യയിൽ എന്താണ്? താമസാണ്. കൂടാതെ ഇന്ത്യ ഗവൺമെന്റ് സർവീസിൽ പ്രവർത്തിക്കുകയോ ചെയ്ത വ്യക്തിക്കും അപേക്ഷിക്കാം. അപ്പൊ എന്താ പൗരത്വത്തിന് അപേക്ഷിക്കുന്നതിന് മുമ്പ് 12 മാസക്കാലം ഇന്ത്യയിൽ താമസിക്കുക, ഇന്ത്യ ഗവൺമെന്റിന്റെ സർവീസിൽ പ്രവർത്തിക്കുക, അങ്ങനെയുള്ള ആൾക്കാർക്കും ചിരകാലവാസം മുഖേനയുള്ള രജിസ്ട്രേഷന് അപേക്ഷിക്കാനായിട്ട് പറ്റും. ഇനി അടുത്തത് എന്താ പറയുന്നത്? 12 മാസം നമ്മുടെ കാര്യം പറഞ്ഞില്ലേ, ഈ 12 മാസത്തിന് മുമ്പുള്ള
14 വർഷം, 12 മാസത്തിന് മുമ്പുള്ള 14 വർഷം ഇന്ത്യയിൽ ഇദ്ദേഹം താമസിക്കുകയായിരുന്നു. ഇനി ഗവൺമെന്റ് കൂടാതെ ഗവൺമെന്റ് സർവീസിൽ വർക്ക് ചെയ്യുകയും കൂടി ചെയ്യണ്ടായിരുന്നു. ഗവൺമെന്റ് സർവീസിൽ ചെയ്യാണ്. ഇതിൽ ഭാഗികമായിട്ട് ഒന്നെങ്കിലും 11 വർഷമെങ്കിലും ഉണ്ടാവണം. അപ്പൊ എന്താ പറയണേ, ഇന്ത്യയിൽ ഒരു 5 വർഷം താമസിച്ചു, ഒരു 6 വർഷം ഗവൺമെന്റ് സർവീസിൽ ഉണ്ടായി, അപ്പൊ രണ്ടും കൂടി 11 വർഷമായില്ലേ? അങ്ങനെയുള്ളവർക്ക് അപേക്ഷിക്കാം. ക്ലിയർ ആയോ? അതായത് നമ്മള് 12 മാസമായിട്ട് ഇന്ത്യയിൽ താമസിച്ചുകൊണ്ടിരിക്കുകയാണ്, ഗവൺമെന്റ് സർവീസിലാണ്. അതിനു മുമ്പുള്ള 14 വർഷം ഒന്നുകിൽ 14 വർഷമായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ഇന്ത്യയിൽ താമസിച്ചുകൊണ്ടിരിക്കുക, അല്ലെങ്കിൽ ഗവൺമെന്റ് ജോലി 14 വർഷമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുക, അല്ലെങ്കിൽ ഒരു കുറച്ച് നാള് ഗവൺമെന്റ് ജോലി ചെയ്യുക, കുറച്ച് നാള് താമസിക്കുക. ഇത് രണ്ടും കൂടി എത്ര വേണം? 11 വർഷം വേണം. അങ്ങനെയുള്ള ആൾക്കാർക്കും എന്ത് ചെയ്യാൻ പറ്റും? ചിരകാലവാസം, കുറെ നാളായിട്ട് ഞാൻ ഇവിടെയാണെന്നും പറഞ്ഞ് ചിരകാലവാസം വഴി നമുക്ക് അപ്ലൈ ചെയ്യാം. ഇനി ചിരകാലവാസം വഴി അപ്ലൈ ചെയ്യാന്നൊക്കെ പറഞ്ഞു. ചിരകാലവാസം വഴി ഈ കണ്ടീഷനിലൊക്കെ അപേക്ഷിക്കാം. അതായത് ഒരു പൗരത്വമുള്ളത് കളയണം, അല്ലെ, വേറെ രാജ്യത്തെ പൗരത്വമുള്ളത് കളയണം, 12 മാസം താമസിക്കണം, ഇന്ത്യയിൽ താമസിക്കണം, ഗവൺമെന്റ് ഉദ്യോഗം വഹിക്കണം, പ്ലസ് എന്താണ് പറഞ്ഞത്, അതിനു മുമ്പ് പിന്നെന്താ പറഞ്ഞ, 12 മാസം താമസിച്ച് അതിനു മുമ്പ് 14 വർഷത്തിന്റെ കാര്യം പറഞ്ഞു. 14 വർഷം എങ്ങനെയാണെന്നാ പറഞ്ഞ, 14 വർഷത്തില് 11 വർഷമെങ്കിലും സ്ഥിരമായിട്ടുണ്ടാവണം. അങ്ങനെയുള്ള ആൾക്കാർക്കൊക്കെയാണ് നമുക്ക് എന്ത് കൊടുക്കാൻ പറ്റുള്ളൂ? ചിരകാലവാസം വഴിയുള്ള കൊടുക്കാൻ പറ്റുള്ളൂ. പക്ഷെ ഇങ്ങനെയാണെങ്കിലും കൊടുക്കില്ല നമ്മള്. അവര് എന്താന്നാ പറയണത്? സൽസ്വഭാവി ആയിരിക്കണം. അപ്പൊ സ്വഭാവ സർട്ടിഫിക്കറ്റ് വേണം. വെട്ടിക്കുത്തും കൊലയും കേസും ഒക്കെ നടത്തിയിട്ടുള്ള ആൾക്കാർക്കൊന്നും പൗരത്വം കൊടുക്കില്ല. ഇനി ഭരണഘടനയില് 8ാമത്തെ ഷെഡ്യൂളില് കുറെ ഭാഷകളെ കുറിച്ച് പറയുന്നുണ്ട്, 22 ഭാഷകളെ കുറിച്ച് പറയുന്നുണ്ട്. ആ ഭാഷയിൽ ഒരു ഭാഷയെങ്കിലും മര്യാദയ്ക്ക് കൈകാര്യം ചെയ്യാൻ പറ്റണം, എന്നാലേ കൊടുക്കാൻ പറ്റുള്ളൂ. മനസ്സിലായോ? ഏതെങ്കിലും ഒരു ഭാഷയാണെങ്കിലും കൈകാര്യം ചെയ്യാൻ പറ്റണം. ഇനി അടുത്തത് ചിരകാലവാസം മുഖേന അങ്ങനെ ഓരോ പൗരനും ഇന്ത്യൻ പൗരത്വം നേടാണെന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ ഇന്ത്യൻ ഭരണഘടനയോട് കൂറു പുലർത്തും എന്ന് പറയുന്ന പ്രതിജ്ഞയും കൂടി അവരെടുക്കണം. ഇത്രയാണെങ്കിലാണ് അയാള് ആരാവുള്ളൂ? ഇന്ത്യൻ പൗരനാവുള്ളൂ. ക്ലിയർ ആയോ നിങ്ങൾക്ക്? നാച്ചുറലൈസേഷൻ വഴിയുള്ളത് ട്ടാ. സൽസ്വഭാവം വേണം. എന്താണ് നമ്മുടെ 8ാമത്തെ ഷെഡ്യൂളിൽ പറഞ്ഞിട്ടുള്ള ഭാഷകളിൽ ഒരു ഭാഷയെങ്കിലും നേടണം, കൈകാര്യം ചെയ്യാൻ പറ്റണം. പിന്നെന്താണ്? പ്രതിജ്ഞ, അല്ലെ, അതായത് ഇന്ത്യൻ ഭരണഘടനയോട് കൃത്യമായിട്ടുള്ള കൂറു പുലർത്തും എന്ന് പറയുന്ന പ്രതിജ്ഞ ഒക്കെ എടുക്കണം. ഇനി എന്താ പറയുന്നത്? അടുത്തത് ലാസ്റ്റത്തെ, നമ്മൾ എത്ര രീതിയിലുള്ളതാ പറഞ്ഞ? ജന്മസിദ്ധമായിട്ടുള്ള പറഞ്ഞു, പിന്തുടർച്ച വഴി പറഞ്ഞു, രജിസ്ട്രേഷൻ മുഖാന്തരമുള്ളത് പറഞ്ഞു, ചിരകാലവാസം മുഖാന്തരം പറഞ്ഞു. അടുത്തത് 5ാമത്തത് ബൈ ഇൻകോർപ്പറേഷൻ ഓഫ് ടെറിട്ടറി. ഇൻകോർപ്പറേഷൻ ഓഫ് ടെറിട്ടറി. ഇൻകോർപ്പറേഷൻ ഓഫ് ടെറിട്ടറി എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? എന്താ ഉദ്ദേശിക്കണേ? ഏതെങ്കിലും പ്രദേശങ്ങൾ സംയോജിപ്പിക്കുക വഴി, പ്രദേശ സംയോജനം നടത്തുകയാണ്. ഏതെങ്കിലും ഇപ്പൊ യുദ്ധം നടന്നു, അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ നടന്നു, ഒരു ബംഗ്ലാദേശിൽ ഒരു കഷ്ണം, അല്ലെങ്കിൽ പാകിസ്ഥാനിൽ ഒരു കഷ്ണം, അല്ലെങ്കിൽ ചൈനയിൽ ഒരു കഷ്ണമൊക്കെ നമ്മുടെ ഭാഗത്തോട് കൂട്ടിച്ചേർത്തു എന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ ഒരു കണ്ടീഷനും ഇല്ല അവിടെ, ഇന്ത്യയുടെ ഭാഗമല്ലാതെ ആണെങ്കിൽ കൂടി ഇന്ത്യൻ യൂണിയനിൽ എപ്പോഴാണോ ഇന്ത്യൻ യൂണിയനിൽ കൂട്ടിച്ചേർത്തിട്ടുള്ളത്, ആ കൂട്ടിച്ചേർക്കണ അപ്പൊ തൊട്ട് അവര് ഇന്ത്യൻ പൗരന്മാരായിട്ട് മാറും എന്നുള്ളതാണ്. ക്ലിയർ ആയോ? അപ്പൊ ഇങ്ങനെയൊക്കെയാണ് ഇന്ത്യൻ പൗരത്വം നമുക്ക് കിട്ടുക. ഇനി എങ്ങനെയൊക്കെ ഇന്ത്യൻ പൗരത്വം നമ്മുടെ കയ്യിൽ നിന്ന് പോകും, ഇന്ത്യൻ പൗരത്വം എങ്ങനെയൊക്കെ നഷ്ടപ്പെടാം? 3 രീതിയിൽ ഇന്ത്യൻ പൗരത്വം നഷ്ടപ്പെടാം. ഒന്ന് പരിത്യാഗം. ഒന്ന് എന്താണ്? പരിത്യാഗം. എന്താണ് പരിത്യാഗം? പരിത്യാഗം അഥവാ റിനൺസിയേഷൻ. എന്താണ് റിനൺസിയേഷൻ? എങ്ങനെയത് പരിത്യാഗം അഥവാ റിനൺസിയേഷൻ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? സ്വമേധയാ നമ്മൾ എന്ത് ചെയ്യാണ്? എനിക്ക് വേണ്ടാട്ടാ, സ്വമേധയാ നമ്മൾ എന്ത് ചെയ്യാണ്? പൗരത്വം എന്താണ്? ഉപേക്ഷിക്കുന്നു. പരിത്യാഗം, സ്വമേധയാ പൗരത്വം ഉപേക്ഷിക്കുന്നതിനെയാണ് റിനൺസിയേഷൻ എന്ന് പറയുന്നത്. പ്രായപൂർത്തിയായിട്ടുള്ള അറിവും വിവരമൊക്കെ ഉള്ള ഒരാൾക്ക് ഏത് സമയത്തും ഒരു ഡിക്ലറേഷൻ നൽകാം, എനിക്ക് ഇന്ത്യൻ പൗരത്വം വേണ്ട എന്ന് പറഞ്ഞിട്ട്. അങ്ങനെയുള്ള ഒരു കേസ്. അടുത്തത് ടെർമിനേഷൻ അഥവാ നിർത്തലാക്കൽ. ടെർമിനേഷൻ, പൗരത്വം നിർത്തലാക്കൽ. എന്താണ് ടെർമിനേഷൻ എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കണേ? ടെർമിനേഷൻ അഥവാ നിർത്തലാക്കൽ എന്താ പറയണേ? ഒരു രാജ്യത്തിന്റെ പൗരത്വം സ്വീകരിച്ചാൽ അദ്ദേഹത്തിന്റെ കണ്ടോ? അതായത് എന്താണ്? നമ്മള് വേറൊരു രാജ്യത്തിന്റെ പൗരത്വം എപ്പോ സ്വീകരിച്ചാൽ, മറ്റൊരു രാജ്യത്തിന്റെ പൗരത്വം സ്വീകരിച്ചാൽ നമ്മുടെ രാജ്യത്തെ പൗരത്വം നഷ്ടമാകും. അടുത്തത് പൗരത്വ
അപഹരണം, പൗരത്വ അപഹരണം. അപഹരിക്കുക എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? കള്ളന്മാരല്ലേ അപഹരിക്കുക. അപഹരണം എന്ന് പറഞ്ഞാൽ നമ്മൾ തിരിച്ചെടുക്കുകയാണ്, പൗരത്വം തിരിച്ചെടുക്കുകയാണ്. ഡിപ്രൈവേഷൻ എന്ന് പറയും. എപ്പോഴൊക്കെയാണ് ഒരാളുടെ പൗരത്വം നമ്മൾ തിരിച്ചെടുക്കുക? എപ്പോഴാണ് തിരിച്ചെടുക്കുക? അതായത് ഒരു പൗരൻ അദ്ദേഹത്തിന്റെ പൗരത്വം വ്യാജമായി നേടിയാൽ, രജിസ്ട്രേഷൻ വഴിയൊക്കെ നേടി, പക്ഷെ നേടിയത് എങ്ങനെയാണ്? വ്യാജമായി. ഇനി അടുത്തത്, ഇന്ത്യൻ ഭരണഘടനയോട് അനാദരവ് പ്രകടിപ്പിച്ചാൽ, ഇന്ത്യൻ ഭരണഘടനയോട് അനാദരവ് കാട്ടിയാൽ. ഇനി അടുത്തതോ, നമ്മള് യുദ്ധം നടക്കുകയാണ് കേട്ടോ, ഇന്ത്യയിലും വേറൊരു രാജ്യത്തും. അപ്പോ എന്ത് ചെയ്യാണ്? ശത്രു രാജ്യത്തോട് എന്താണ്? കൂറു പുലർത്തി പ്രവർത്തിച്ചാൽ, ശത്രുരാജ്യത്തോട് ബന്ധം പുലർത്തിയാൽ. മനസ്സിലായില്ലേ? ഇനി അടുത്തത്, തുടർച്ചയായി 7 വർഷക്കാലം ഇന്ത്യയില് പുറത്ത് സ്ഥിരതാമസമാക്കിയാൽ, ഇന്ത്യക്ക് പുറത്ത് സ്ഥിരതാമസമാക്കിയാൽ ഒക്കെ തന്നെ എന്തുണ്ടാവും? നമ്മുടെ പൗരത്വം അപഹരണം ഉണ്ടാവും. കൂടാതെ എന്താന്നാ പറയുന്നത്? നമ്മൾ ചിരകാലവാസം മുഖേനയോ മറ്റ് രജിസ്ട്രേഷൻ മുഖേനയോ ഏതെങ്കിലും മുഖേന നമ്മൾക്ക് എന്ത് നേടി? പൗരത്വം നേടി. 5 വർഷത്തിനുള്ളിൽ ഏതെങ്കിലും ഒരു രാജ്യത്ത് 2 വർഷത്തെ തടവ് ശിക്ഷയ്ക്ക് വിധിച്ചാൽ, 5 വർഷത്തിനുള്ളിൽ മറ്റൊരു രാജ്യത്ത് 2 വർഷം തടവ് ശിക്ഷ അനുഭവിക്കേണ്ടി വന്നാലും പൗരത്വം അപഹരിക്കപ്പെടും. ക്ലിയർ ആയോ? അപ്പൊ ഇത്രയാണ് പൗരത്വ അപഹരണം. അപ്പോ എങ്ങനെയൊക്കെയാണ് പൗരത്വം നേടുക? നമ്മൾ പറഞ്ഞു, പൗരത്വം എങ്ങനെയൊക്കെ നേടാം? ജന്മസിദ്ധമായിട്ട് നേടാം, പിന്തുടർച്ച വഴി നേടാം, രജിസ്ട്രേഷൻ വഴി നേടാം, ചിരകാല വാസം വഴി നേടാം, പ്രദേശത്തിന്റെ സംയോജനം വഴി നേടാം. എങ്ങനെയൊക്കെ പോകാം? പരിത്യാഗം വഴി, വേണ്ടാന്ന് വെക്കാം. നിർത്തലാക്കല്, വേറെ രാജ്യത്തിന്റെ പൗരത്വം നമ്മൾ നേടിയാൽ അപ്പൊ അത് പോവും, നിർത്തലാക്കുക. പൗരത്വ അപഹരണം, വ്യാജ രീതിയിൽ നമ്മൾ പൗരത്വം നേടുക, ഭരണഘടനയോട് അനാദരവ് കാട്ടുക, യുദ്ധം നടക്കുമ്പോൾ ശത്രുരാജ്യങ്ങളോട് കൂറു പുലർത്തി അവർക്ക് വേണ്ടി പ്രവർത്തിക്കുക, 7 വർഷം സ്ഥിരം പുറം രാജ്യങ്ങളിൽ സ്ഥിരമായിട്ട് താമസിക്കുക, നമ്മുടെ അവിടേക്ക് കടക്കണില്ല. നമ്മൾ പിന്നെ അതുപോലെ രജിസ്ട്രേഷനോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ചിരകാലവാസം മുഖേനയൊക്കെ ഒരാള് ഇന്ത്യയുടെ പൗരത്വമൊക്കെ നേടിയിട്ട് 5 വർഷത്തിനുള്ളിൽ 2 വർഷം വേറൊരു രാജ്യത്ത് തടവ് ശിക്ഷയ്ക്ക് വിധിക്കുക. ഇങ്ങനെയൊക്കെ ആണെങ്കിൽ പൗരത്വം എന്താണ്? നമ്മുടെ കയ്യിൽ നിന്ന് പോകും. അപ്പൊ ഇത്രയാണ് പൗരത്വത്തെ കുറിച്ച്. ഇന്ന് ഞാൻ ഇത്രേ പറയുന്നുള്ളൂ. ഇനി നമുക്ക് 5 മുതൽ 11 വരെയുള്ള പൗരത്വവുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള വകുപ്പുകൾ പഠിക്കണം. പൗരത്വ ഭേദഗതി നിയമം എന്താണ്? PIO കാർഡ് എന്താണ്? ഓവർസീസ് സിറ്റിസൺഷിപ്പ് ഓഫ് ഇന്ത്യ കാർഡ് എന്താണ്? ഇത്തരം കാര്യങ്ങളും കൂടെ പറയുമ്പോഴേ പൗരത്വം എന്ന് പറയുന്ന ഭാഗം കംപ്ലീറ്റ് ആവുള്ളൂ. അപ്പൊ അടുത്ത ക്ലാസ്സിൽ പൗരത്വത്തിന്റെ 2ാമത്തെ പാർട്ടിൽ പറയാം. കുറെ ആവുമ്പോൾ തന്നെ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആവും. ഇപ്പൊ തന്നെ അത്യാവശ്യത്തിൽ അധികം ഉണ്ട്. നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ഒരു ഭാഗമാണ്. 2-3 പ്രാവശ്യം നിങ്ങൾ ഇത് കേൾക്കേണ്ടി വരും. എന്നാലാണ് നമുക്ക് ക്ലിയർ ആയിട്ട് ഈ ഭാഗം അങ്ങോട്ട് മനസ്സിലാവുള്ളൂ. അപ്പൊ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ക്ലാസ് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കണം. മനസ്സിലാവുകയാണെങ്കിൽ ഒന്ന് നിങ്ങൾ എന്ത് ചെയ്യണം? ലൈക്ക് ചെയ്യണം കേട്ടോ. അതുപോലെ ഇഷ്ടപ്പെട്ട ക്ലാസ്സുകൾ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക. ആദ്യമായിട്ട് ചാനൽ കാണുന്നവർ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്താൽ ഞാൻ ഓരോ ദിവസം അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് കൃത്യമായിട്ട് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുകയും ചെയ്യും. അപ്പൊ അടുത്ത ദിവസം മറ്റൊരു ടോപ്പിക്കുമായി നമുക്ക് വീണ്ടും കാണാം കേട്ടോ.